Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്കിൻ്റെ പാറ്റേൺ. കുറച്ച് ലീഫും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. പ്യുവർ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. 2.5 മീറ്റർ ഫാബ്രിക് ടോപ്പിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് ത്രെഡ്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. മജന്ത ഷെയ്ഡ്, ഡാർക്ക് മജന്ത കേട്ടോ, ഡാർക്ക് മജന്ത ഷെയ്ഡ്, പിന്നെ ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് കളറ്, അതുപോലെ ഡാർക്ക് ഗ്രീന്, പിന്നെ പാരറ്റ് ഗ്രീൻ കളറ്. ഈ ഒരു 4 ത്രെഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് കുറച്ച് ഇത് വേണം, സീക്വൻസ് വേണം. പിന്നെ നമുക്കിത് കുറച്ച് ഗോൾഡൻ ബീഡ്സ് വേണം. കണ്ടോ? അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ട്രേസ് ചെയ്തെല്ലാം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ആദ്യം ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു 2 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ലെയർ എടുത്തിട്ട് നീഡിൽ കയറ്റിയതിന് ശേഷം 2ആയിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ തീരെ എന്താ പറയുക, കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ട്രേസൊക്കെ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവറൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലേക്ക് പകുതി ഭാഗം വരെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഈ ഫ്ലവേഴ്സിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്ലവർ വേണമെങ്കിലും കൊടുക്കാം. റിംഗ് നോട്ട് ഫ്ലവർ കൊടുക്കാം, അതുപോലെ ബുള്ളിയൻ റോസ് കൊടുക്കാം, അതുപോലെ ഫ്രഞ്ച് നോട്ട് ഫ്ലവർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഓരോ പെറ്റിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ നമുക്കൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ആ ഒരു ഫ്ലവർ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ ഒരു ഫീൽ കിട്ടും നമുക്ക്. അപ്പം ഫ്ലവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പെറ്റലും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ബാക്കി പെറ്റൽസൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പേസ്റ്റൽ ചോക്ലേറ്റ് കളറെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കളർ ഞാനിവിടെ എടുത്തിട്ട് നമ്മുടെ ഓരോ പെറ്റലിൻ്റെയും സെൻറ്ററിൽ കൂടി ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
അതുപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ചെയ്യണം. പിന്നെ നമ്മൾ ഇത് സെൻട്രലായിട്ടുള്ള 3 ഫ്ലവേഴ്സിനാണ് നമ്മൾ ഈ ഒരു കളർ കൊടുത്തിരിക്കുന്നത്, മജന്ത കളർ കൊടുത്തത്. അതുപോലെ നമുക്ക് നെക്കിൻ്റെ താഴേക്ക് വരുമ്പോൾ 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട് 3 ഫ്ലവേഴ്സ്. ആ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കേസിൽ ചോക്ലേറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റി മാറ്റി വേണം നമുക്ക് ഫ്ലവർ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവറൊക്കെ നമ്മളിവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കെട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഇനി നമുക്ക് ആ ഒരു ഗോൾഡൻ കളറിലെ ബീഡില്ലേ, ആ ഒരു ബീഡ് സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള ഫ്ലവേഴ്സിനും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റെമ്മാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് ലീഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സ്റ്റെമ്മൊന്നും ഞാനിങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ സ്റ്റെമ്മിനുള്ള ത്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സിന് മാത്രമേ ഉള്ളൂ 2 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ ലീഫിന് ഒരു 3 സ്ട്രാൻഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റെമ്മൊക്കെ ഇതാ ഇതുപോലെ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. സ്റ്റെമ്മ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും സ്റ്റെമ്മ് കൊടുക്കണം. ഇതുപോലെ തന്നെ സ്റ്റെമ്മും ലീഫും വരുന്ന ഭാഗത്തെല്ലാം ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ലീഫാണ് ചെയ്യുന്നത്. ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ സാറ്റിൻ ലീഫ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ സാറ്റിൻ സ്റ്റിച്ച്, സാറ്റിൻ ലീഫ്, സ്റ്റെം സ്റ്റിച്ച്, സ്ട്രെയിറ്റ് സ്റ്റിച്ച്, അതായത് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു അത്രയും സ്റ്റിച്ചാണ് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഡിസൈനകത്ത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലീഫ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ലീവ്സ് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മുടെ സീക്വൻസ് ഇല്ലേ, സീക്വൻസ് നമുക്ക് ആ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ചെറിയ സീക്വൻസ് ഫ്ലവർ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ സീക്വൻസ് എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വീണ്ടും ഓരോ സീക്വൻസ് എടുക്കുക.
ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെ അതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ നിൽക്കത്തക്ക വിധത്തിലാണ് കേട്ടോ ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചെയ്യണ്ട, നമുക്ക് ആ ഒരു കുറച്ച് ഗ്യാപ്പിട്ട് കുറച്ച് ഭാഗത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ സ്റ്റെമ്മിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഓരോ സീക്വൻസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. ബ്ലാക്കിൽ ചെയ്യാം, വൈറ്റിൽ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കണ്ടോ, മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് 3 ഫ്ലവർ രണ്ട് കളറിൽ ത്രെഡ് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.